ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു സന്ധ്യാവന്ദനം. വേറൊന്നല്ല, പാട്ടൊക്കെ പാടിയത് വേറൊന്നല്ല, സന്തോഷം. ഞാൻ ഇന്ന് എനിക്കൊരു ടോപ്പ് തയ്ച്ചു. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തയ്ച്ചൊരു ടോപ്പാണ്. എങ്ങനെയുണ്ടെന്ന് പറയണം. കൊള്ളാമോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് മെച്ചപ്പെടുത്തിയ തയ്യൽ കൊണ്ടാണ്. എന്നാൽ ഞാൻ തയ്യൽ ശരിക്കും എന്നെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ആശ ഞാൻ നോക്കി നിന്ന് പഠിച്ചാണ് നന്ന ചെറുപ്പത്തിൽ. അതിനുശേഷം ഒരു കുറേ വർഷങ്ങൾക്ക് ജീവിതത്തിൽ കുറേ കാലഘട്ടങ്ങളൊക്കെ അങ്ങനെ കടന്നു വന്ന് ജീവിക്കണോ മരിക്കണോ എന്നുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ കടന്ന് ജീവിക്കണം എന്നുള്ള മോഹം അങ്ങ് ഉള്ളിൽ വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഇട്ട് അങ്ങനെ തയ്യലിലൂടെ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തിയ ഒരാളാണ്. ഞാൻ നോക്കി നിന്ന് തയ്യൽ പഠിച്ച ഒരാളാണ് പണ്ട്. അപ്പം ഒക്കെ എൻ്റെ സ്വന്തം വർക്കാണ്. പിന്നെ ഞാനിപ്പം ഇത് മാത്രമല്ല, ഞാൻ വേറൊരു ടോപ്പ് തയ്ച്ചിട്ടുണ്ട് ഗൈസ്. കാരണം എനിക്ക് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ആരുമില്ല. അതുകൊണ്ടോ ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കലും തയ്യലും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് തയ്ക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കണം, ഒരാളെ എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വേണം, നമ്മളവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കണം. അതുകൊണ്ട് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു മെറ്റീരിയലും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് തയ്ച്ചായിരുന്നു. ഇത് ജീൻസിന് ഇടുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ട് കാണിക്കാമേ. ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് ഞാൻ ഇട്ട് കാണിക്കാം. ഞാൻ എൻ്റെ സ്വന്തം വർക്കാണ്. കോട്ടൻ്റെ മെറ്റീരിയൽ 1.5 മീറ്റർ എടുത്തിട്ട് ഇത് കൈയാണ് ബട്ടൺസൊക്കെ പിടിപ്പിച്ച് ഫ്രണ്ടിലൊരു ഫ്ലവറൊക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തയ്യൽ മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഇഷ്ടം എനിക്ക് തയ്യലാണ്. കാരണം എൻ്റെ ജീവിതം വളരെയധികം ഒന്നുമില്ലായ്മയിൽ നിന്നും ഞാൻ ഈ ലെവലിൽ എത്തണമെങ്കിൽ എൻ്റെ തയ്യലാണ് എൻ്റെ വരുമാനം. കട തുടങ്ങിയതിന് ശേഷം 6 സ്റ്റാഫുകൾ വെച്ചിട്ട് ഞാൻ തയ്ച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം ഷോപ്പൊക്കെ നിർത്തി വീട്ടിലിരുന്ന് കിട്ടുന്ന സമയത്തിന് തയ്ക്കും, നൈറ്റൊക്കെ ഇരുന്ന് തയ്ക്കും. ഇപ്പോൾ കൂടുതൽ സ്വന്തം തുണികളാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇഷ്ടമായോ? അപ്പോൾ ഇടിക്കലും മിടിക്ക് 2 യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ആദ്യത്തെ ചാനൽ ബ്ലോക്കായി കിടക്കാൻ ഇപ്പോൾ രണ്ടാമതൊരു പുതിയ ചാനൽ എടുത്താണ്, ഇടിക്കലും മിടിക്ക് 2 യൂട്യൂബ് ചാനൽ. അതിനകത്ത് 2 ഷോർട്ട് ഫിലിം ഇട്ടിട്ടുണ്ട്. ആ 2 ഷോർട്ട് ഫിലിം ഞാൻ കവേർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു.